ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സോൾട്ടുകളെ പറ്റിയായിരുന്നു പഠിച്ചത്. സോൾട്ടുകൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോൾട്ടുകളെ പറ്റി പഠിച്ചു. നമ്മൾ മെയിനായിട്ട് 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോൾട്ടുകളെ പറ്റിയാണ് പഠിച്ചത്. അസിഡിക് സോൾട്ട്, ബേസിക് സോൾട്ട്, നോർമൽ സോൾട്ട്. അതേ കണക്ക് തന്നെ അവരുടെ സോലിബിലിറ്റി ഇൻ വാട്ടറിൽ അത് സോലിബിൾ ആണോ ഇൻസോലിബിൾ ആണോ എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലായിട്ട് പഠിച്ചിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് സോൾട്ടുകളുടെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ICSE ബോർഡ് എക്സാംസിൽ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് സോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സോൾട്ടുകളുടെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് പഠിക്കാം. സോ ടോപ്പിക്കിലോട്ട് പോവാം. ഇവിടെ ഈ തന്നിരിക്കുന്ന മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻ കണ്ടില്ലേ? അപ്പോൾ ഇതേ കണക്കത്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എപ്പോഴും ബോർഡ് എക്സാംസിൽ ചോദിച്ച് കാണാറുള്ളത്. അതായത് ഒരു കോളത്തിൽ സോൾട്ടുകളുടെ നെയിംസ് തരും, നെക്സ്റ്റ് കോളത്തിൽ പ്രിപ്പറേഷൻ മെത്തേഡ്സും തരും. എന്നിട്ട് ഏതാണ് ഓരോ സോൾട്ടിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രിപ്പറേഷൻ മെത്തേഡ്സ് അനുസരിച്ച് ഇത് മാച്ച് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് എപ്പോഴും ചോദിച്ച് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതിലുള്ള ഓരോ പ്രിപ്പറേഷൻ മെത്തേഡ്സ് നമ്മൾ ഇന്ന് പഠിക്കും. അപ്പോൾ ഈ വീഡിയോയുടെ എൻഡ് എത്തുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് ഏബിൾ ആയിട്ട് മാറും. സോ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. നമുക്ക് ഓരോരോ പ്രിപ്പറേഷൻ മെത്തേഡ്സ് ആയിട്ട് നോക്കാം. ഈ പ്രിപ്പറേഷൻ മെത്തേഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സോലിബിൾ സോൾട്ട്, ഇൻസോലിബിൾ സോൾട്ടുകൾ പറഞ്ഞു. അപ്പം ആ സോലിബിൾ സോൾട്ട് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം ഓൾ സോൾട്ട്സ് ഓഫ് സോഡിയം, പൊട്ടാസ്യം ആൻഡ് അമോണിയം ആർ സോലിബിൾ. സോഡിയം, പൊട്ടാസ്യം, അമോണിയം ഇവരുടെ എല്ലാ സോൾട്ടുകളും എന്താണ്? സോലിബിൾ ആയിട്ടുള്ള സോൾട്ടുകളാണ്. അതേ കണക്ക് തന്നെ ഓൾ നൈട്രേറ്റ്സ് ആൻഡ് നൈട്രൈറ്റ്സ്, എല്ലാ നൈട്രേറ്റ്സുകളും, നൈട്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NO3- വരുന്നതാണ് നൈട്രേറ്റ്സ് എന്ന് പറയുന്നത്. NO2- ആനിയോൺസ് വരുന്നതാണ് നൈട്രൈറ്റ്സ്. ഓക്കെ, അപ്പോൾ എല്ലാ നൈട്രൈറ്റുകളും എന്താണ്? സോലിബിൾ ആണ്. ഓൾ ക്ലോറൈഡ്സ്, ബ്രോമൈഡ്സ് ആൻഡ് അയഡൈഡ്സ് ആർ സോലിബിൾ ഇൻ വാട്ടർ. എല്ലാ ക്ലോറൈഡുകളും ബ്രോമൈഡുകളും അയഡൈഡുകളും സോലിബിൾ ആണ്. പക്ഷേ അവിടെ എക്സെപ്ഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ലെഡ് ക്ലോറൈഡ് PbCl2, ലെഡ് ക്ലോറൈഡ് AgCl, സിൽവർ ക്ലോറൈഡ്, ഇതൊക്കെ എന്താണ്? ഇൻസോലിബിൾ ആയിട്ടുള്ളതാണ്. അതായത് എല്ലാ ക്ലോറൈഡുകളും എല്ലാ അയഡൈഡുകളും ബ്രോമൈഡുകളും സോലിബിൾ ആണ്. പക്ഷേ എക്സെപ്ഷൻ ആണ് എന്ത്? ലെഡ് ക്ലോറൈഡും സിൽവർ ക്ലോറൈഡും. അത് ലെഡ് ക്ലോറൈഡ് എന്ന് പറയുന്നത് ഹോട്ട് വാട്ടറിൽ സോലിബിൾ ആണ്, പക്ഷേ കോൾഡ് വാട്ടറിൽ ഇൻസോലിബിൾ ആണ്. ഓക്കെ, ഇനി ഓൾ സൾഫൈഡ്സ് ആർ സോലിബിൾ. എല്ലാ സൾഫേറ്റുകളും സോലിബിൾ ആണ്. സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? SO4 2- വരുന്ന ആനിയോൺസ് വരുന്ന സോൾട്ടുകളാണ് ഇതെന്ന് പറയുന്നത്, സൾഫേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ സൾഫേറ്റുകളും സോലിബിൾ ആണ്. പക്ഷേ എക്സെപ്ഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ലെഡ് സൾഫേറ്റ് PbSO4, ലെഡ് സൾഫേറ്റ്, കാൽഷ്യം സൾഫേറ്റ് CaSO4, കാൽഷ്യം സൾഫേറ്റ് BaSO4, ബേരിയം സൾഫേറ്റ്. ഇത് മൂന്നും എന്താണ്? ഒരു എക്സെപ്ഷനാണ്. ഇത് ഇത്രയും ഇൻസോലിബിൾ ആയിട്ടുള്ള സൾഫേറ്റുകൾക്ക് എക്സാമ്പിൾ ആണ്. അടുത്തത് നമ്മൾ ഇൻസോലിബിൾ സോൾട്ടുകളെ പറ്റി പറഞ്ഞായിരുന്നു. ഇൻസോലിബിൾ സോൾട്ട് എന്ന് പറയുമ്പോൾ ഓൾ കാർബണേറ്റ്സ്, എല്ലാ കാർബണേറ്റുകളും എന്തായിരിക്കും? ഇൻസോലിബിൾ ആയിരിക്കും. ഓക്കെ, കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ CO3 2- ആനിയോൺസ് വരുന്ന സോൾട്ടുകളാണ് കാർബണേറ്റുകൾ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് എന്തുകൊണ്ട്? എക്സെപ്ഷൻ ഉണ്ട്. എന്താണ്? പൊട്ടാസ്യം കാർബണേറ്റ്, സോഡിയം കാർബണേറ്റ്, അമോണിയം കാർബണേറ്റ് ഇതെന്തായിരിക്കും? സോലിബിൾ ആയിരിക്കും. അത് നമ്മൾ ഇവിടെ പഠിച്ചായിരുന്നു. സോലിബിൾ സോൾട്ടിൻ്റെ കേസിൽ പറഞ്ഞു ഓൾ സോൾട്ട്സ് ഓഫ് സോഡിയം, പൊട്ടാസ്യം ആൻഡ് അമോണിയം ആർ സോലിബിൾ. സോ അതിൻ്റെ കാർബണേറ്റ്സ് എന്തായിരിക്കും? സോലിബിൾ ആയിരിക്കും. അതാണ് ഇവിടെ എക്സെപ്ഷൻ ആയിട്ട് വരുന്നത്. പൊട്ടാസ്യം കാർബണേറ്റ്, സോഡിയം കാർബണേറ്റ്, അമോണിയം കാർബണേറ്റ് ആർ സോലിബിൾ. ഇനി ഓൾ സൾഫൈഡ്സ്, സൾഫൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S2- ആനിയോൺസ് വരുന്നതാണ് സൾഫൈഡ്സ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ സിങ്ക് സൾഫൈഡ് എന്ന് പറഞ്ഞാൽ ZnS, പൊട്ടാസ്യം സൾഫൈഡ് K2S, സോഡിയം സൾഫൈഡ് Na2S, ഇതാണ് സൾഫൈഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എല്ലാ സൾഫൈഡ്സ് എന്താണെന്നാണ് പറഞ്ഞത്? ഇൻസോലിബിൾ ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെയും എന്തുണ്ട്? എക്സെപ്ഷൻ ഉണ്ട്. സോഡിയം സൾഫൈഡ്, പൊട്ടാസ്യം സൾഫൈഡ്, അമോണിയം സൾഫൈഡ് എന്തായിരിക്കും? സോലിബിൾ ആയിരിക്കും. ഓക്കെ, ഇനി ഓൾ സൾഫൈഡ്സ് ആർ സോലിബിൾ. സൾഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? SO3 2- വരുന്നതാണ് സൾഫൈറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ സൾഫൈറ്റുകളും എന്താണ്? സോലിബിൾ ആണ്. പക്ഷേ എക്സെപ്ഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? സോഡിയം സൾഫൈറ്റ്, പൊട്ടാസ്യം സൾഫൈറ്റ്, അമോണിയം സൾഫൈറ്റ്. സോഡിയം സൾഫൈറ്റ് Na2SO3, സോഡിയം സൾഫൈറ്റ് K2SO3, പൊട്ടാസ്യം സൾഫൈറ്റ് NH4 അമോണിയം സൾഫൈറ്റ്. ഇതെല്ലാം എന്തായിരിക്കും? ഇൻസോലിബിൾ ആയിട്ടുള്ള സോൾട്ടുകളായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റിലത്തെ പ്രിപ്പറേഷൻ മെത്തേഡിലോട്ട് പോകാം. ഫസ്റ്റിലത്തെ പ്രിപ്പറേഷൻ മെത്തേഡാണ് ഡയറക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് കോമ്പിനേഷൻ നെയിം പോലെ തന്നെയാണ്. എലമെൻറ്റ്സ് ഡയറക്റ്റ്ലി കമ്പൈൻ ചെയ്യുകയാണ്. ഓക്കെ, രണ്ട് എലമെൻറ്റ്സ് ഡയറക്റ്റ്ലി കമ്പൈൻ ചെയ്തിട്ട് ഒരു സോൾട്ട് ഫോം ചെയ്യും. ആ ഫോം ചെയ്യുന്ന സോൾട്ട് എന്ന് പറയുന്നത് സോലിബിൾ ആയിട്ടുള്ള സോൾട്ടും ആവാം, ഇൻസോലിബിൾ ആയിട്ടുള്ള സോൾട്ടും ആവാം. രണ്ട് ടൈപ്പ് ഓഫ് സോൾട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് കോമ്പിനേഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഒരു രണ്ട് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്യുമെന്ന് പറഞ്ഞല്ലേ, അതിനകത്ത് ഒരു എലമെൻറ്റ് എന്തായിരിക്കും? ഒരു മെറ്റലായിരിക്കും. അതർ എലമെൻറ്റ് ഒരു നോൺ മെറ്റലായിരിക്കും. അപ്പോൾ ഒരു മെറ്റലും ഒരു നോൺ മെറ്റലും കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? സോൾട്ട് ഫോം ചെയ്യുന്നത് ഡയറക്റ്റ് കോമ്പിനേഷനിൽ. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമ്മളുടെ സോഡിയം എന്ന് പറയുന്ന മെറ്റൽ എടുത്ത് സോഡിയം
പ്ലസ് നമ്മൾ ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്തു Cl2. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? സോഡിയവും ക്ലോറിനും കൂടി കമ്പൈൻ ചെയ്താൽ നമുക്ക് NaCl സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സോൾട്ട് കിട്ടും. ഓക്കെ, ഇക്വേഷൻസ് ബാലൻസ്ഡ് ആണോ നോക്കുക. ഇവിടെ 2 ക്ലോറിൻ ഉണ്ടല്ലോ, സോ ഇതിൻ്റെ ഫ്രണ്ടിൽ 2 ഇട്ട് കൊടുക്കുക. സോഡിയം ബാലൻസ് ചെയ്യാനായിട്ട് എണ്ണയുടെ ഫ്രണ്ടിൽ 2 ഇട്ട് കൊടുക്കുക. 2Na + Cl2 gives 2NaCl. അപ്പം ഒരു മെറ്റലും ഒരു നോൺ മെറ്റലും കമ്പൈൻ ചെയ്ത് ഒരു സോൾട്ട് ഫോം ചെയ്തു. ഒരു സോഡിയം മെറ്റലും ഒരു ക്ലോറൈഡ് എന്ന് പറയുന്ന നോൺ മെറ്റലും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്തത്? NaCl എന്ന് പറയുന്ന സോൾട്ട് ഇവിടെ ഫോം ചെയ്തത്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. സിങ്ക് എടുത്തു. സിങ്ക് പ്ലസ് സൾഫറുമായിട്ട് കമ്പൈൻ ചെയ്യാം. ഓക്കെ, സൾഫർ ഒരു നോൺ മെറ്റലാണ്, സിങ്ക് ഒരു മെറ്റലാണ്. കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ZnS എന്ന് പറയുന്ന സോൾട്ട് കിട്ടും. സിങ്ക് സൾഫൈഡ് എന്ന് പറയുന്ന സോൾട്ട് കിട്ടും. ഓക്കെ, അപ്പം Zn + S gives സൾഫർ ഗീവ്സ് ZnS. അപ്പം ഒരു മെറ്റലും ഒരു നോൺ മെറ്റലും കമ്പൈൻ ചെയ്തിട്ട് ഒരു സോൾട്ട് കിട്ടി. അതേ കണക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് Fe + Cl2. ഇവിടെ Fe + Cl2, അതായത് Fe അയൺ എന്ന് പറയുന്ന മെറ്റലും Cl2 ക്ലോറിനും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും FeCl2 ആണ് ഇവിടെ ഫോം ചെയ്തത്. പക്ഷേ അങ്ങനെയല്ല, ഇവിടെ FeCl3 ആണ് ഫോം ചെയ്തത്. ഓക്കെ, FeCl3 ഫെറിക് ക്ലോറൈഡ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അയൺ 3 ക്ലോറൈഡ് ആണ് ഫോം ചെയ്യുന്നത്. 2Fe + 3Cl2 gives 2FeCl3. ഇങ്ങനെയായിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ്. FeCl3 ഏത് പ്രിപ്പറേഷൻ മെത്തേഡ് വഴിയാണ് ഫോം ചെയ്യുന്നത് സ്ഥിരം ചോദിക്കാറുള്ളതാണ്. അപ്പം ഡയറക്റ്റ് കോമ്പിനേഷൻ വഴിയാണ് എന്ത് ഫോം ചെയ്യുന്നത്? FeCl3 ഫോം ചെയ്യുന്നത്. ഓക്കെ, അടുത്ത വരുന്ന മെത്തേഡാണ് സിമ്പിൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ സിമ്പിൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പം ഇതിനകത്തൊരു ആക്റ്റീവായിട്ടുള്ള മെറ്റൽ അല്ലേ, നമ്മൾ നേരത്തെ റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിയാക്ടിവിറ്റി സീരീസിൽ ഹൈഡ്രജന് മുകളിലുള്ള മെറ്റൽസാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ആക്റ്റീവ് മെറ്റൽസ് എന്ന് പറഞ്ഞത്. ഹൈലി റിയാക്റ്റീവ്, ഏറ്റവും ടോപ്പിൽ വരുന്നവരാണ് ഹൈലി റിയാക്റ്റീവ് എന്ന് പറഞ്ഞത്. ഹൈഡ്രജന് മുകളിലുള്ളവരായിരിക്കും എന്തിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും? ഒരു മെറ്റൽ പ്ലസ് ആസിഡ് എന്തൊക്കെയാണ് തരുന്നത്? സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ തരും അല്ലേ. ഒരു എക്സാമ്പിൾ നോക്കാം. സിങ്ക് മെറ്റൽ എടുക്കാം. സിങ്ക് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റലാണ്. സിങ്കിൻ്റെ കൂടെ നമുക്ക് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാം, H2SO4. ഓക്കെ, അപ്പം മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സോൾട്ട് ഫോം ചെയ്യുന്നത്? ആസിഡിലുള്ള ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ സ്ഥാനത്ത് ആര് വരും? മെറ്റൽ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും? ZnSO4 ആയിരിക്കും വരുന്നത്. അതായത് ഈ സിങ്ക് വന്നിട്ട് ഹൈഡ്രജനെ രണ്ടിനെയും റീപ്ലേസ് ചെയ്തിട്ട് ZnSO4 സിങ്ക് സൾഫേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, പ്ലസ് ഹൈഡ്രജനും ഫോം ചെയ്യും, ഹൈഡ്രജൻ ഗ്യാസും പ്രൊഡ്യൂസ് ആവും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ആക്റ്റീവ് മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് സോൾട്ടും ഹൈഡ്രജനും പ്രൊഡ്യൂസ് ആവുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. അയൺ എന്ന് പറയുന്ന മെറ്റൽ എടുക്കാം. അയൺ ഒരു ആക്റ്റീവ് മെറ്റൽ. റിയാക്ടിവിറ്റി സീരീസിൽ ഹൈഡ്രജന് മുകളിൽ വരുന്ന മെറ്റലാണ് എന്തെന്ന് പറയുന്നത്? അയൺ എന്ന് പറയുന്നത്. അയൺ ഇതേ കണക്ക് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? H2SO4 ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൾഫ്യൂരിക് ആസിഡിലെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് അതിൻ്റെ സ്ഥാനത്ത് ആര് വരും? അയൺ വരും, FeSO4 ഫെറസ് സൾഫേറ്റ് ഫോം ചെയ്യും, പ്ലസ് ഹൈഡ്രജനും കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ആക്റ്റീവ് മെറ്റലും ആസിഡും കൂടി കമ്പൈൻ ചെയ്തിട്ട് സോൾട്ടും ഹൈഡ്രജനും പ്രൊഡ്യൂസ് ആവുന്നത് ആണ് എന്തെന്ന് പറയുന്നത്? സിമ്പിൾ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഒരു റിയാക്റ്റീവ് ആയിട്ടുള്ളൊരു മെറ്റൽ, ഒരു ആക്റ്റീവ് ആയിട്ടുള്ളൊരു മെറ്റൽ ഒരു ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിൻ്റെ സോൾട്ടുമായിട്ട് റിയാക്ട് ചെയ്യുക. അതായത് ആക്റ്റീവായിട്ടുള്ള മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ടിവിറ്റി സീരീസിൽ ടോപ്പിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു മെറ്റൽ അതിൻ്റെ താഴെ കിടക്കുന്ന ഏതെങ്കിലും ഒരു മെറ്റലിൻ്റെ സോൾട്ടുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സോൾട്ടും കിട്ടും. അതേ കണക്ക് തന്നെ ലെസ് റിയാക്റ്റീവ് മെറ്റൽ കൂടി കിട്ടും. ഓക്കെ, അതായത് ഈ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ വന്നിട്ട് എന്ത് ചെയ്യും? ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിൻ്റെ സോൾട്ടിൽ നിന്ന് ആ മെറ്റലിനെ റീപ്ലേസ് ചെയ്തിട്ട് ആ മോർ റിയാക്റ്റീവ് മെറ്റൽ അതിൻ്റെ സ്ഥാനത്ത് ഇരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് മോർ റിയാക്റ്റീവ് മെറ്റലിൻ്റെ സോൾട്ടും പ്ലസ് ആ ലെസ് റിയാക്റ്റീവ് മെറ്റലിനെയും കിട്ടും. ഓക്കെ, ഇതും ഒരു സിമ്പിൾ ഡിസ്പ്ലേസ്മെൻറ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ മോസ്റ്റ്ലി ഇങ്ങനത്തുള്ള കേസിൽ നമുക്ക് സോലിബിൾ ആയിട്ടുള്ള സോൾട്ടുകളാണ് പ്രൊഡ്യൂസ് ആവാറുള്ളത്. റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചിട്ടില്ലേ? പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം. അപ്പം കുറച്ച് എലമെൻറ്റ്സ് മാത്രമേ ഞാനിവിടെ എഴുതിയിട്ടുള്ളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് ടോപ്പിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു മെറ്റൽ എടുക്കുക. ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് സിങ്ക് എടുക്കാം. ഓക്കെ, സിങ്ക് മെറ്റൽ വന്നു. ഇനി സിങ്കിൻ്റെ താഴെ കിടക്കുന്ന ഏതെങ്കിലും ഒരു മെറ്റലിൻ്റെ സോൾട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് കോപ്പർ എടുക്കാം.
കോപ്പറിൻ്റെ സോൾട്ട്, നമുക്ക് കോപ്പർ സൾഫേറ്റ്, കോപ്പറിൻ്റെ ഒരു സോൾട്ടാണ് കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് കോപ്പറിൻ്റെ സോൾട്ടുമായിട്ട് സിങ്ക് മെറ്റൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത്, സിങ്ക് എന്ന് പറയുന്നത് എന്താണ്, മോർ റിയാക്റ്റീവ് ദാൻ കോപ്പറാണ്. സോ ഈ സിങ്ക് വന്നിട്ട് ഈ കോപ്പറിനെ റീപ്ലേസ് ചെയ്ത് അതിൻ്റെ സ്ഥാനത്തിരിക്കും. അപ്പോൾ നമുക്ക് സിങ്ക് സൾഫേറ്റ് ZnSO4 പ്ലസ് ബാക്കി കോപ്പർ മെറ്റലും കിട്ടും. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് അയൺ മെറ്റൽ എടുക്കാം. അയൺ എടുത്തു, അയണിനെക്കാട്ടിലും ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലിൻ്റെ സോൾട്ട് എടുക്കണം. അപ്പം അയണിനെക്കാട്ടിലും ലെസ് റിയാക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് കോപ്പർ തന്നെ എടുക്കാം. കോപ്പർ സൾഫേറ്റ് എടുത്തു. ഈ കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അയൺ മോർ റിയാക്റ്റീവ് ആണ്. അയൺ വന്ന് കോപ്പറിനെ റീപ്ലേസ് ചെയ്ത് അതിൻ്റെ സ്ഥാനത്തിരിക്കും FeSO4 പ്ലസ് കോപ്പറും നമുക്ക് കിട്ടും. ഇനി അതേ കണക്ക് തന്നെ നമുക്ക് ഈ സിങ്കിനെക്കാട്ടിലും ലെസ് റിയാക്റ്റീവ് ആണ് ആരെന്ന് പറയുന്നത്, ലെഡ് അല്ലേ. അപ്പം ലെഡിൻ്റെ ഒരു സോൾട്ട് എടുക്കാം. നമുക്ക് ലെഡ് നൈട്രേറ്റ് എടുക്കാം, PbNO3 ട്വൈസ്. ഓക്കെ, ലെഡ് നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, സിങ്ക് എന്ന് പറയുന്നത് മോർ റിയാക്റ്റീവ് ദാൻ ലെഡ് ആണ്. സോ സിങ്ക് വന്നിട്ട് ലെഡിനെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് സോൾട്ട് ഫോം ചെയ്യും, സിങ്ക് നൈട്രേറ്റ് ZnNO3 ട്വൈസും നമുക്ക് Pb ലെഡ് മെറ്റലിനെയും കിട്ടും. ഇതാണ് എന്ത് ചെയ്യുന്നത്, മോർ റിയാക്റ്റീവ് മെറ്റൽ ലെസ് റിയാക്റ്റീവ് മെറ്റലിൻ്റെ സോൾട്ടുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇതാണ് മോർ റിയാക്റ്റീവ് മെറ്റലിൻ്റെ സോൾട്ട് തരുന്ന സിമ്പിൾ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ മോസ്റ്റ്ലി ഇങ്ങനത്തുള്ള കേസിൽ സോല്യൂബിൾ ആയിട്ടുള്ള സോൾട്ടുകളായിരിക്കും പ്രൊഡ്യൂസ് ആവുന്നത്. അപ്പം അടുത്തതായിട്ട് വരുന്ന ടൈപ്പ് ഓഫ് റിയാക്ഷനാണ് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ. പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു നെയിമാണ് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു സോല്യൂബിൾ ആയിട്ടുള്ള സോൾട്ടും അല്ലെങ്കിൽ അനദർ ഒരു സോല്യൂബിൾ സോൾട്ടും, അല്ലെങ്കിൽ ഒരു സോല്യൂബിൾ സോൾട്ടും ഒരു ആസിഡ്, ഓക്കെ, ആസിഡും കൂടി റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഒരു ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ഒരു സോൾട്ടും പ്ലസ് ഒരു സോല്യൂബിൾ സോൾട്ടും കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെയും ഒരു ആസിഡും കിട്ടും. ഓക്കെ, ഇൻസോല്യൂബിൾ സോൾട്ടാണ് ഇവിടുത്തെ മെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻസോല്യൂബിൾ സോൾട്ട് നമുക്കൊരു പ്രസിപ്പിറ്റേറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. പ്രസിപ്പിറ്റേറ്റ്. അപ്പോൾ ഒരു പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് സൊല്യൂഷൻസ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള അയോൺസ് കൂടി ചേർന്നിട്ട് പുതിയൊരു കോമ്പൗണ്ട് ഫോം ചെയ്തു. ആ ഫോം ചെയ്ത കോമ്പൗണ്ട് വാട്ടറിൽ ഇൻസോല്യൂബിൾ ആണെന്നുണ്ടെങ്കിൽ അതൊരു സോളിഡ് ആയിട്ട് തന്നെ ആ സൊല്യൂഷനിൽ കിടക്കും. അപ്പോൾ ആ ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ആ സോളിഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്രസിപ്പിറ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഇൻസോല്യൂബിൾ സോളിഡ്, അതാണ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ്സ് ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആയതുകൊണ്ടാണ് ഇതിനെ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഇൻസോല്യൂബിൾ ആയിട്ടുള്ള സോൾട്ടുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്രസിപ്പിറ്റേഷൻ മെത്തേഡ്. അപ്പോൾ നമുക്ക് ഇതിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് നമുക്ക് സോല്യൂബിൾ ആയിട്ടുള്ള ഒരു സോൾട്ട് എടുക്കാം. നമുക്ക് ഓൾ ക്ലോറൈഡ്സ് ആർ സോല്യൂബിൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, എക്സെപ്റ്റ് ലെഡ് ക്ലോറൈഡ് ആൻഡ് സിൽവർ ക്ലോറൈഡ്. സോ നമുക്ക് ബേരിയം ക്ലോറൈഡ് എടുക്കാം. അതൊരു സോല്യൂബിൾ ആയിട്ടുള്ള സോൾട്ടാണ്. അതിനെ നമുക്ക് ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാം. H2SO4 സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ നമ്മൾ സൾഫ്യൂരിക് ആസിഡുമായിട്ട് ഇതിനെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, BaSO4 ബേരിയം സൾഫേറ്റും കിട്ടും പ്ലസ് HCl കിട്ടും. ഓക്കെ, ബേരിയം സൾഫൈഡ് പ്ലസ് 2HCl ആണ് കിട്ടുന്നത്. ഇവിടെ ഒരു ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും ഫോം ചെയ്തു, ഇവിടെ ബേരിയം സൾഫേറ്റും ഫോം ചെയ്തു അല്ലേ. ഈ ബേരിയം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇൻസോല്യൂബിൾ സോൾട്ടാണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഓൾ സൾഫൈഡ്സ് ആർ സോല്യൂബിൾ. ഓൾ സൾഫേറ്റ്സ്, എല്ലാ സൾഫേറ്റ്സും സോല്യൂബിൾ ആണ്. പക്ഷേ ആരൊക്കെ സോല്യൂബിൾ അല്ല, എക്സെപ്റ്റ് ലെഡ് സൾഫേറ്റ്, PbSO4, CaSO4 ആൻഡ് BaSO4 ബേരിയം സൾഫേറ്റ്. ഇവർ മൂന്ന് പേരും എന്താണ്, സോല്യൂബിൾ അല്ലാത്ത സൾഫേറ്റുകളാണ്. അപ്പം ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻസോല്യൂബിൾ ആയിട്ടുള്ള സൾഫേറ്റ് ആണ്. അപ്പം അതെന്താണ്, ഒരു പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് നമുക്ക് അവിടെ കിട്ടും. ഇവിടെ നമുക്കൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അതായത് ഇതൊരു വൈറ്റ് സോളിഡ് ആയിട്ട് ആ സൊല്യൂഷനിൽ കിടക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻസോല്യൂബിൾ സോൾട്ടുകളെന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇനി അനദർ എക്സാമ്പിൾ നോക്കാം. നമ്മൾ പഠിച്ചു ഓൾ നൈട്രൈറ്റ്സ് ആൻഡ് നൈട്രൈറ്റ്സ് ആർ സോല്യൂബിൾ എന്ന് പഠിച്ചു. സോ നമുക്ക് ലെഡ് നൈട്രേറ്റ് എടുക്കാം, PbNO3 ട്വൈസ്. ഇതാണ് ലെഡ് നൈട്രേറ്റ് എന്ന് പറയുന്നത്. ഈ ലെഡ് നൈട്രേറ്റിനെ നമുക്ക് അനദർ ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാം. HCl ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, ഇങ്ങനെ റിയാക്ട് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമുക്ക് എന്തോ കിട്ടും, ലെഡ് ക്ലോറൈഡ്, PbCl2, ലെഡ് ക്ലോറൈഡ് അല്ലേ. ഓൾ ക്ലോറൈഡ്സ് ആർ സോല്യൂബിൾ.
എക്സെപ്റ്റ് ലെഡ് ക്ലോറൈഡ് ആൻഡ് സിൽവർ ക്ലോറൈഡ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസോലിബിൾ ആയിട്ടുള്ളൊരു സോൾട്ട് കിട്ടി അല്ലേ. ലെഡ് ക്ലോറൈഡ് എന്ന് പറയുന്നത് ഇൻസോലിബിൾ സോൾട്ടാണ്. അപ്പം ഇതും എന്താണ്, ഇതൊരു പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് ഒരു വൈറ്റ് സോളിഡ് ആയിട്ട് ആ സൊല്യൂഷനിൽ കിടക്കും. പ്ലസ് നമുക്ക് എന്തും കിട്ടും, നൈട്രിക് ആസിഡ് HNO3 കിട്ടും. PbNO3 ട്വൈസ് പ്ലസ് 2HCl ഗീവ്സ് PbCl2 പ്ലസ് 2HNO3 എന്നായിരിക്കും ഈ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഇൻസോലിബിൾ ആയിട്ടുള്ള സോൾട്ടാണ് PbCl2. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. സിൽവർ നൈട്രേറ്റ് നമുക്ക് എടുക്കാം. AgNO3 സിൽവർ നൈട്രേറ്റ് സോലിബിൾ ആയിട്ടുള്ള ഒരു സോൾട്ടാണ്. എന്താണ്, ഓൾ നൈട്രേറ്റ്സ് ആൻഡ് നൈട്രൈറ്റ്സ് ആർ സോലിബിൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ സിൽവർ നൈട്രേറ്റ് സോലിബിൾ ആയിട്ടുള്ള ഒരു സോൾട്ടാണ്. നെക്സ്റ്റ് അനദർ ഒരു സോലിബിൾ സോൾട്ട് എടുക്കാം, സോഡിയം ക്ലോറൈഡ് NaCl. ഓക്കെ, ഇവിടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് AgCl സിൽവർ ക്ലോറൈഡ് പ്ലസ് NaNO3 എന്താണ്, സോഡിയം നൈട്രേറ്റും കിട്ടും. ഈ സിൽവർ ക്ലോറൈഡ് നമ്മൾ ഓൾറെഡി പഠിച്ചു, ഓൾ ക്ലോറൈഡ്സ് ആർ സോല്യൂബിൾ എക്സെപ്റ്റ് സിൽവർ ക്ലോറൈഡ് ആൻഡ് ലെഡ് ക്ലോറൈഡ്. അപ്പം ലെഡ് ക്ലോറൈഡ് എന്ന് പറയുന്നത്, സിൽവർ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻസോലിബിൾ ആയിട്ടുള്ള സോൾട്ടാണ്. അപ്പം ഇത് ഒരു പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് ആ സൊല്യൂഷനിൽ കിടക്കും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കാൽഷ്യം ക്ലോറൈഡ് CaCl2 പ്ലസ് Na2CO3 സോഡിയം കാർബണേറ്റ്. ഈ സോഡിയം കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് CaCO3 കാൽഷ്യം കാർബണേറ്റ് കാൽഷ്യം കാർബണേറ്റ് പ്ലസ് 2NaCl ആണ് കിട്ടുന്നത്. ഈ CaCO3 എന്ന് പറഞ്ഞാൽ എന്താ, കാൽഷ്യം കാർബണേറ്റ് ഒരു ഇൻസോലിബിൾ സോൾട്ട്. ഓൾ കാർബണേറ്റ്സ് ആർ ഇൻസോലിബിൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ കാൽഷ്യം കാർബണേറ്റ് എന്താണ്, ഇൻസോലിബിൾ ആണ്. അപ്പം ഇതൊരു പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് ഇവിടെ കിട്ടും. അപ്പോൾ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോലിബിൾ ആയിട്ടുള്ള സോൾട്ട് അനദർ ഒരു സോലിബിൾ ആയിട്ടുള്ള സോൾട്ടുമായിട്ടോ ഒരു ആസിഡുമായിട്ടോ റിയാക്ട് ചെയ്തിട്ട് ഒരു ഇൻസോലിബിൾ സോൾട്ട് പ്ലസ് ഒന്നുകിൽ ഒരു സോലിബിൾ സോൾട്ട് അല്ലെങ്കിൽ ഒരു ആസിഡ് തരുന്ന റിയാക്ഷനാണ് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് ഡബിൾ ഡീകോമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. രണ്ട് നെയിമും ഓർത്ത് വെക്കണം. അടുത്തതായിട്ട് വരുന്ന മെത്തേഡാണ് കാർബണേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ കാർബണേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മെറ്റാലിക് കാർബണേറ്റുമായിട്ടോ ബൈകാർബണേറ്റുമായിട്ടോ, കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, CO3 2- വരുന്നവരാണ് കാർബണേറ്റ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. HCO3- ആണ് എന്ത്, ബൈകാർബണേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർബണേറ്റ്സുമായിട്ടോ ബൈകാർബണേറ്റ്സുമായിട്ടോ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ആസിഡ് സോൾട്ടും എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യും. ഇത് മോസ്റ്റ്ലി ഒരു സോല്യൂബിൾ സോൾട്ടിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡാണ് കാർബണേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. നമുക്കൊരു സോഡിയം കാർബണേറ്റ് എടുക്കാം. സോഡിയം കാർബണേറ്റ് എന്ന് പറയുമ്പം Na2CO3 സോഡിയം കാർബണേറ്റ് നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ HCl. അപ്പം നമുക്ക് എന്ത് കിട്ടും, സോൾട്ടും കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും, വാട്ടറും കിട്ടും. അപ്പം എങ്ങനെ ഇവിടെ സോൾട്ട് പ്രൊഡ്യൂസ് ആവുന്നത്, ഈ HCl ആസിഡിനകത്തുള്ള ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ സ്ഥാനത്ത് മെറ്റൽ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് NaCl സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സോൾട്ടും കിട്ടും, പ്ലസ് എന്തും കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും, പ്ലസ് വാട്ടറും കിട്ടും. ഓക്കെ, H2 ഇക്വേഷൻസ് ബാലൻസ് ചെയ്ത് എഴുതണം നമ്മൾ. ഇവിടെ എന്താണ്, Na2CO3 പ്ലസ് 2HCl ഗീവ്സ് 2NaCl പ്ലസ് H2O പ്ലസ് CO2. ഇതാണ് ഇതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. കാൽഷ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ CaCO3 ഇതേ കണക്ക് HCl-ലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എങ്ങനെയാണ് സോൾട്ട് പ്രൊഡ്യൂസ് ആവുന്നത്, ഈ HCl ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ സ്ഥാനത്ത് കാൽഷ്യം വരും. അപ്പം CaCl2 കാൽഷ്യം ക്ലോറൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ, ഇങ്ങനെയായിരിക്കും പ്രോഡക്ട്സ് കിട്ടുന്നത്. ഇക്വേഷൻസ് ബാലൻസ് ചെയ്തോണം. അപ്പം CaCO3 പ്ലസ് 2HCl ഗീവ് CaCl2 പ്ലസ് H2O പ്ലസ് CO2. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിളും കൂടെ നോക്കാം. സിങ്ക് കാർബണേറ്റ് ZnCO3 സിങ്ക് കാർബണേറ്റ് അനദർ ഒരു ആസിഡ് എടുക്കാം നമുക്ക്, സൾഫ്യൂരിക് ആസിഡ് H2SO4 ആയിട്ട് റിയാക്ട് ചെയ്യും. ഇവിടെ എങ്ങനെയാണ് സോൾട്ട് പ്രൊഡ്യൂസ് ആവുന്നത്, സൾഫ്യൂരിക് ആസിഡിലുള്ള ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ സ്ഥാനത്ത് സിങ്ക് വരും. അപ്പോൾ എന്ത് കിട്ടും, ZnSO4 സിങ്ക് സൾഫൈറ്റ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് CO2 പ്ലസ് വാട്ടർ. ഇങ്ങനെ ആയിരിക്കും എന്താണ് പ്രോഡക്ട്സ് ഫോം ചെയ്യുന്നത്. ഇങ്ങനെയായിരിക്കും ഇവിടെ സോൾട്ട് ഫോം ചെയ്യുന്നത് അല്ലേ. ഈ കേസിലൊക്കെ മോസ്റ്റ്ലി സോലിബിൾ സോൾട്ടാണ് പ്രൊഡ്യൂസ് ആയിട്ടുള്ളത്. NaCl എന്ന് പറഞ്ഞാൽ ഓൾ സോഴ്സ് ഓഫ് സോഡിയം പൊട്ടാസ്യം ആൻഡ് അമോണിയം ആർ സോലിബിൾ. സോഡിയം ക്ലോറൈഡ് സോലിബിൾ സോൾട്ടാണ്. കാൽഷ്യം ക്ലോറൈഡ് ഓൾ ക്ലോറൈഡ്സ് ആർ സോലിബിൾ എക്സെപ്റ്റ് ലെഡ് ക്ലോറൈഡ് ആൻഡ് സിൽവർ ക്ലോറൈഡ് അല്ലേ. സോ കാൽഷ്യം ക്ലോറൈഡ് സോലിബിൾ സോൾട്ടാണ്. സിങ്ക് സൾഫേറ്റ് ഓൾ സൾഫേറ്റ്സ് ആർ സോലിബിൾ എക്സെപ്റ്റ് ബേരിയം സൾഫേറ്റ്, കാൽഷ്യം സൾഫേറ്റ് ആൻഡ് ലെഡ് സൾഫേറ്റ്. സോ സിങ്ക് സൾഫേറ്റ് എന്താണ്, സോലിബിൾ ആയിട്ടുള്ള സോൾട്ടാണ്. മോസ്റ്റ്ലി സോലിബിൾ സോൾട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബൈകാർബണേറ്റ് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. NaHCO3 സോഡിയം ബൈകാർബണേറ്റ്
പ്ലസ് നമുക്ക് HCl ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ എന്ത് കിട്ടും, നമുക്ക് ഈ HCl എച്ചിനെ റീപ്ലേസ് ചെയ്ത് അതിൻ്റെ സ്ഥാനത്ത് സോഡിയം വരും. എന്നിട്ട് നമുക്ക് NaCl സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സോൾട്ടും കിട്ടും, പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ബൈകാർബണേറ്റ്സുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ കാർബണേറ്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മെറ്റാലിക് കാർബണേറ്റ് അല്ലെങ്കിൽ മെറ്റാലിക് ബൈകാർബണേറ്റ് ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് സോൾട്ട് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ തരും. ഇതാണ് എന്തെന്ന് പറയുന്നത് കാർബണേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി എന്താണ് സോളിബിൾ സോൾട്ടിനാണ് ഇത് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്, ഈ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വരുന്ന മെത്തേഡാണ് ന്യൂട്രലൈസേഷൻ ഓഫ് ഇൻസോലിബിൾ ബേസ്, അല്ലേ. ഇൻസോലിബിൾ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നോർമലി ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ മെറ്റാലിക് ഓക്സൈഡ്സ് അല്ലെങ്കിൽ മെറ്റാലിക് ഹൈഡ്രോക്സൈഡ്സ് അല്ലെങ്കിൽ അമോണിയ ഡിസോൾഡ് ഇൻ വാട്ടർ. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് ബേസസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ മോസ്റ്റ്ലി സോലിബിൾ ബേസസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സോലിബിൾ ആയിട്ടുള്ള ബേസസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ആൽക്കലീസ് ആയിരിക്കും, അല്ലേ. ആൽക്കലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെറ്റാലിക് ഹൈഡ്രോക്സൈഡ്സ് സോലിബിൾ ഇൻ വാട്ടർ, അതാണ് എന്തെന്ന് പറയുന്നത് ആൽക്കലി എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയൊക്കെ എന്തായിരിക്കും മോസ്റ്റ്ലി ഇൻസോലിബിൾ ആയിട്ടുള്ള ബേസുകളായിരിക്കും. അപ്പം ഇതിന് എക്സാമ്പിൾ നോക്കാം. നമുക്ക് മെറ്റാലിക് ഓക്സൈഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്, കോപ്പർ ഓക്സൈഡ്, സിങ്ക് ഓക്സൈഡ്, ലെഡ് ഓക്സൈഡ്, അയൺ ഓക്സൈഡ് Fe2O3, അല്ലേ, അലുമിനിയം ഓക്സൈഡ് Al2O3, ഇതൊക്കെ എന്താണ് മെറ്റാലിക് ഓക്സൈഡ്സിന് എക്സാമ്പിളാണ്. ഈ മെറ്റാലിക് ഓക്സൈഡ്സ് ഒക്കെ മോസ്റ്റ്ലി ഇൻസോലിബിൾ ബേസസ് ആയിരിക്കും. അത് കണക്ക് മെറ്റാലിക് ഹൈഡ്രോക്സൈഡ്സും എന്താണ്, എല്ലാ മെറ്റാലിക് ഹൈഡ്രോക്സൈഡ്സും ആൽക്കലി അല്ല, വാട്ടറിൽ സോലിബിൾ ആയിട്ടുള്ള മെറ്റാലിക് ഹൈഡ്രോക്സൈഡ്സ് മാത്രമാണ് ആൽക്കലി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ. അപ്പം ഇൻസോലിബിൾ ആയിട്ടുള്ളതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്, കോപ്പർ ഹൈഡ്രോക്സൈഡ് CuOH ട്വൈസ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ് AlOH ത്രൈസ്, ഫെറിക് ഹൈഡ്രോക്സൈഡ് FeOH ത്രൈസ്, ഇതൊക്കെ എന്താണ് ഇൻസോലിബിൾ ആയിട്ടുള്ള മെറ്റാലിക് ഹൈഡ്രോക്സൈഡ്സ് ആണ്. സോ അപ്പോൾ ഇൻസോലിബിൾ ആയിട്ടുള്ള ബേസസ് ആണ്. ഓക്കെ, അപ്പം ഈ ഇൻസോലിബിൾ ആയിട്ടുള്ള ബേസസ്, അതായത് ആൽക്കലീസ് അല്ലാത്ത ഇൻസോലിബിൾ ആയിട്ടുള്ള ബേസസ് പിന്നെ ന്യൂട്രലൈസേഷൻ വഴി, അതായത് നമ്മളിപ്പോൾ ബേസ് പ്ലസ് ആസിഡ് എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്, സോൾട്ട് പ്ലസ് വാട്ടർ, അല്ലേ, അതാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ എടുക്കുന്ന ബേസ് എന്ന് പറയുന്നത് ഇൻസോലിബിൾ ആയിട്ടുള്ള ബേസ് ആയിരിക്കും എടുക്കുന്നത്, അതിനെ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ സോൾട്ടും വാട്ടറും കിട്ടും. അതാണ് എന്തെന്ന് പറയുന്നത് ന്യൂട്രലൈസേഷൻ ഓഫ് ഇൻസോലിബിൾ ബേസ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. നമുക്ക് അയൺ ഓക്സൈഡ് എടുക്കാം Fe2O3. അയൺ ഓക്സൈഡിന് നമുക്കൊരു ആസിഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാം H2SO4, Fe2O3 പ്ലസ് H2SO4 എന്ത് കിട്ടും, നമുക്ക് സോൾട്ട് പ്ലസ് വാട്ടർ കിട്ടുന്നത്, അല്ലേ. ഇവിടെ എങ്ങനെയായിരിക്കും സോൾട്ട് കിട്ടുന്നത്, H2SO4 ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ സ്ഥാനത്ത് ആര് വരും, അയൺ വരും. അപ്പം നമുക്ക് എന്താണ് സോൾട്ട് കിട്ടാൻ പോകുന്നത്, FeSO4 ത്രൈസ് പ്ലസ് H2O വാട്ടർ ആയിരിക്കും കിട്ടുന്നത്. ഇക്വേഷൻസ് ബാലൻസ് ചെയ്യണം. Fe2O3 പ്ലസ് 3H2SO4 ഗീവ്സ് FeSO4 ത്രൈസ് പ്ലസ് 3H2. ഇങ്ങനെയാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. കോപ്പർ ഓക്സൈഡ്, അല്ലെ, ഒരു മെറ്റാലിക് ഓക്സൈഡ് ആണ്, ഒരു ബേസ് ആണ്, ഇൻസോലിബിൾ ബേസ് ആണ്. ഓക്കെ, ഇതിനെ നമുക്ക് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാം H2SO4 റിയാക്ട് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, കോപ്പർ വന്നിട്ട് സൾഫ്യൂരിക് ആസിഡിൽ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ സ്ഥാനത്ത് വരും. അപ്പോൾ CuSO4 കോപ്പർ സൾഫേറ്റ് പ്ലസ് വാട്ടർ H2O നമുക്ക് കിട്ടും. ഇത് തന്നെയാണ് ഇതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് സിങ്ക് ഓക്സൈഡ് എടുക്കാം. സിങ്ക് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഒരു മെറ്റാലിക് ഓക്സൈഡ് ആണ്, അല്ലേ. മെറ്റാലിക് ഓക്സൈഡ് നമുക്ക് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാം H2SO4 ഗീവ്സ് എന്ത് കിട്ടും, സൾഫ്യൂരിക് ആസിഡിൽ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ സ്ഥാനത്ത് സിങ്ക് വരും. അപ്പം ZnSO4 അങ്ങനെയാണ് സോൾട്ട് കിട്ടുന്നത്. ZnSO4 പ്ലസ് H2O വാട്ടർ കിട്ടും. ഇങ്ങനെ സോൾട്ടിനെ ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് ന്യൂട്രലൈസേഷൻ ഓഫ് അതായത് ഒരു ഇൻസോലിബിൾ ബേസിനെ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് സോൾട്ട് ആൻഡ് വാട്ടർ കിട്ടുന്ന പ്രോസസ്സ്, അതാണ് ന്യൂട്രലൈസേഷൻ ഓഫ് ഇൻസോലിബിൾ ബേസ് എന്ന് പറയുന്നത്. അടുത്ത് വരുന്നൊരു മെത്തേഡാണ് ന്യൂട്രലൈസേഷൻ ഓഫ് ആൽക്കലി. അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ന്യൂട്രലൈസേഷൻ ബൈ ടൈട്രേഷൻ എന്നും വിളിക്കാം. ന്യൂട്രലൈസേഷൻ ബൈ ടൈട്രേഷൻ. ഒരു ആൽക്കലി ഒരു ബേസിനെ എടുത്തിട്ട് എന്താണ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, സോൾട്ടും വാട്ടറും കിട്ടും, അല്ല. ഒരു ആൽക്കലി എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽക്കലി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബേസ് തന്നെയാണ്, വാട്ടർ സോലിബിൾ ബേസ് ആണ്. ഓക്കെ, ആൽക്കലീസിനെ നമുക്ക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സോൾട്ടും വാട്ടറും കിട്ടും. ഓക്കെ, അപ്പോൾ മെയിൻലി ആൽക്കലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെറ്റാലിക് ഹൈഡ്രോക്സൈഡ്സ് ആണ് എന്തെന്ന് പറയുന്നത് ആൽക്കലീസ് എന്ന് പറയുന്നത്. മെറ്റാലിക് ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് മെയിനായിട്ട് വരുന്നത്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH ട്വൈസ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് MgOH ട്വൈസ്. ഇത് കൂടാതെ എന്താണ് അമോണിയം ഹൈഡ്രോക്സൈഡ് NH4OH. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, ആൽക്കലീസിന് എക്സാമ്പിളാണ്. ഓക്കെ,
അപ്പോൾ നമ്മളൊരു ആൽക്കലി എടുത്തു, ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും? സോൾട്ടും വാട്ടറും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് എക്സാമ്പിൾ നോക്കാം. NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു ആൽക്കലി എടുത്തു, നമുക്ക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തു, അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? സോൾട്ട് NaCl. എങ്ങനെയാണ് ഫോം ചെയ്ത? HCl ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് അതിൻ്റെ സ്ഥാനത്ത് സോഡിയം മെറ്റൽ വന്നിരുന്നു അല്ലേ, പ്ലസ് വാട്ടറും കിട്ടും. ഓക്കെ, ഇനി അതേ കണക്ക് തന്നെ NaOH നമ്മൾ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ നമുക്ക് എന്തോ കിട്ടും? H2SO4 ആയിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് Na2SO4, സോഡിയം സൾഫേറ്റ് പ്ലസ് വാട്ടർ കിട്ടും. ഓക്കെ, 2NaOH എടുക്കണം. 2NaOH പ്ലസ് H2SO4 ഗീവ്സ് Na2SO4 പ്ലസ് 2H2O. ഇങ്ങനെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ കിട്ടുന്നത്. സിമിലർ ആയിട്ട് തന്നെയാണ് KOH ഉള്ളത് അല്ലേ. KOH നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? KCl. ഓക്കെ, KCl പ്ലസ് H2O കിട്ടും. കണക്ക് തന്നെ KOH പ്ലസ് സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ എന്തോ കിട്ടും? K2SO4, പൊട്ടാസ്യം സൾഫേറ്റ് പ്ലസ് വാട്ടർ കിട്ടും. ഓക്കെ, 2KOH പ്ലസ് H2SO4 ഗീവ്സ് K2SO4 പ്ലസ് 2H2O. ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. കണക്ക് തന്നെ നൈട്രിക് ആസിഡുമായിട്ട് ഇതിനെ റിയാക്ട് ചെയ്യിപ്പിക്കാം. KOH പ്ലസ് HNO3 ആയിട്ട് റിയാക്ട് ചെയ്താൽ എന്താ നമുക്ക് കിട്ടുന്നത്? പൊട്ടാസ്യം നൈട്രേറ്റ് KNO3 പ്ലസ് വാട്ടർ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് എന്തെന്ന് പറയുന്നത്? ന്യൂട്രലൈസേഷൻ ഓഫ് ആൽക്കലി അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ ബൈ ടൈട്രേഷൻ എന്ന് പറയുന്നത്. നമുക്ക് NH4OH, ഓക്കെ, അമോണിയം ഹൈഡ്രോക്സൈഡ് ഇതേ കണക്ക് HCl ആയിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് എന്തോ കിട്ടും? അമോണിയം ക്ലോറൈഡ് NH4Cl പ്ലസ് വാട്ടർ കിട്ടും. ഓക്കെ, അതേ കണക്ക് തന്നെ അമോണിയം ഹൈഡ്രോക്സൈഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ NH4 ട്വൈസ് SO4, അമോണിയം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ NH4 ട്വൈസ് SO4 ആണ്, പ്ലസ് വാട്ടർ H2O നമുക്ക് കിട്ടും. ഓക്കെ, 2NH4OH പ്ലസ് H2SO4 ഗീവ്സ് NH4 ട്വൈസ് SO4 പ്ലസ് 2H2. ഇതാണ് ഇതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്രലൈസേഷൻ ഓഫ് ആൽക്കലി ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടൈട്രേഷൻ എന്ന് വിളിക്കുന്നത്. ആൽക്കലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ സോലിബിൾ മെറ്റാലിക് ഹൈഡ്രോക്സൈഡ്സ് ആണ്. ഇതിൽ മെയിനായിട്ടും NaOH, KOH, NH4OH ഈ മൂന്നെണ്ണത്തിൻ്റെ ഓർത്ത് വയ്ക്കുക. അപ്പം നമ്മൾ ഇന്ന് സോൾട്ടുകളുടെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് ആണ് പഠിച്ചത്. അതിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണ് എന്ത്? ഡയറക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എലമെൻറ്റ്സ് ഡയറക്റ്റ്ലി കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? സോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതിനകത്ത് സോലിബിൾ ആയിട്ടുള്ള സോൾട്ടുകളും ഇൻസോലിബിൾ ആയിട്ടുള്ള സോൾട്ടുകളും അത് പ്രൊഡ്യൂസ് ആവും. ഒരു രണ്ട് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു മെറ്റലും ഒരു നോൺ മെറ്റലും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് പ്രൊഡ്യൂസ് ആവുന്നത്? സോൾട്ട് പ്രൊഡ്യൂസ് ആവുന്നത് അല്ലേ. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു എക്സാമ്പിളാണ് FeCl3. എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് FeCl3. FeCl3 എന്ന് പറയുന്നത് ഡയറക്റ്റ് കോമ്പിനേഷൻ മെത്തേഡ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് സിമ്പിൾ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സിമ്പിൾ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. രണ്ട് രീതി വരാം. ഒരു ആക്റ്റീവായിട്ടുള്ള മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ടിവിറ്റി സീരീസിൽ ഹൈഡ്രജന് മുകളിൽ വരുന്നുള്ള മെറ്റൽസ് വന്നിട്ട് എന്താണ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ആസിഡ്സിലെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ സ്ഥാനത്ത് ആര് വരും? ഈ ആക്റ്റീവ് മെറ്റൽസ് വന്നിട്ട് സോൾട്ട് പ്രൊഡ്യൂസ് ആവും, പ്ലസ് ഹൈഡ്രജനും പ്രൊഡ്യൂസ് ആവും. ഓക്കെ, അപ്പം ഈ സിമ്പിൾ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഈ സിമ്പിൾ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് വഴിയാണ് FeCl2, ഓക്കെ, ഫെറസ് ക്ലോറൈഡ് പ്രൊഡ്യൂസ് ആവുന്നത്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിച്ച് കാണുന്ന ഒരു ടൈപ്പാണ്. FeCl2 ആണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് വഴിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. FeCl3 ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോമ്പിനേഷൻ മെത്തേഡ് വഴിയാണ് പ്രൊഡ്യൂസ് ആവുന്നത്. എപ്പോഴും ചോദിക്കുന്ന രണ്ട് എക്സാമ്പിൾസ് ആണ് ഇത് രണ്ടും. ഓക്കെ, ഇനി അടുത്ത വരുന്ന ടൈപ്പ് ഓഫ് റിയാക്ഷനാണ് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു നെയിം എന്താണ്? ഡബിൾ ഡീകമ്പോസിഷൻ. അപ്പോൾ രണ്ട് നെയിംസും ഓർത്ത് വെക്കണം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? രണ്ട് സോല്യൂബിൾ ആയിട്ടുള്ള സോൾട്ടുകൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഇൻസോല്യൂബിൾ സോൾട്ടും ഒരു സോല്യൂബിൾ സോൾട്ടും പ്രൊഡ്യൂസ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു സോല്യൂബിൾ സോൾട്ടും ഒരു ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ഒരു ഇൻസോല്യൂബിൾ സോൾട്ട് പ്ലസ് ഒരു ആസിഡ് പ്രൊഡ്യൂസ് ആവും. ഓക്കെ, സോല്യൂബിൾ സോൾട്ടുകളുടെ പ്രിപ്പറേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇതെന്ന് പറയുന്നത്. മെയിനായിട്ടും ഈ ഇൻസോല്യൂബിൾ സോൾട്ട് അവിടെ എന്താണ്? ഒരു പ്രസിപ്പിറ്റേറ്റ് ആയിട്ട്, അതായത് ഒരു ഇൻസോല്യൂബിൾ ആയിട്ടുള്ള സോളിഡ് ആയിട്ട് അവിടെ നമുക്ക് പ്രൊഡ്യൂസ് ആവും. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് കാർബണേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. കാർബണേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു മെറ്റാലിക് കാർബണേറ്റ് അല്ലെങ്കിൽ ഒരു മെറ്റാലിക് ബൈകാർബണേറ്റ് എന്ത് ചെയ്യും? ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്കൊരു സോൾട്ടും അതേ കണക്ക് തന്നെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും തരുന്ന ടൈപ്പ് ഓഫ് റിയാക്ഷനാണ് ഇതെന്ന് പറയുന്നത് കാർബണേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇതാണ്. മോസ്റ്റ്ലി സോല്യൂബിൾ സോൾട്ടിനാണ് ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കാർബണേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് ന്യൂട്രലൈസേഷൻ ഓഫ് ഇൻസോല്യൂബിൾ ബേസ്. സോല്യൂബിൾ ബേസ് എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി മെറ്റാലിക് ഓക്സൈഡ്സ് അല്ലേ, മെറ്റാലിക് ഓക്സൈഡ്സും അതേ കണക്ക് തന്നെ വാട്ടർ ഇൻസോല്യൂബിൾ ആയിട്ടുള്ള മെറ്റാലിക് ഹൈഡ്രോക്സൈഡ്സ്, അത് മെയിനായിട്ടും കോപ്പർ ഹൈഡ്രോക്സൈഡ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്,
ഫെറിക് ഹൈഡ്രോക്സൈഡ്, ഇതൊക്കെയാണ് വാട്ടർ ഇൻസോളിബിൾ ആയിട്ടുള്ള മെറ്റാലിക് ഹൈഡ്രോക്സൈഡ്സ് എന്ന് പറയുന്നത്. പിന്നെ മോസ്റ്റ്ലി മെറ്റാലിക് ഓക്സൈഡ്സ്, ഇതൊക്കെ എന്താണ് വാട്ടർ ഇൻസോളിബിൾ ബേസസ് ആണ്. ഈ വാട്ടർ ഇൻസോളിബിൾ ബേസസ് ആരുമായിട്ട് റിയാക്ട് ചെയ്യും? ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. ബേസ് പ്ലസ് ആസിഡ് എന്താണെന്ന് പറയുക, ന്യൂട്രലൈസേഷൻ നടക്കും. സോൾട്ട് പ്ലസ് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യും. എനിക്ക് ഇൻസോളിബിൾ ബേസുകൾ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സോൾട്ടും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ന്യൂട്രലൈസേഷൻ ഓഫ് ഇൻസോളിബിൾ ബേസ് എന്ന് പറയുന്നത്. ഈ ന്യൂട്രലൈസേഷൻ ബൈ ടൈട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കലീസ് എന്തായിട്ട് റിയാക്ട് ചെയ്യും? ആൽക്കലീസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സോൾട്ടും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ന്യൂട്രലൈസേഷൻ ബൈ ടൈട്രേഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് എക്സാമിന് ചോദിച്ചു കാണുന്നത് NaOH ആയിട്ടുള്ളത്, അതേ കണക്ക് തന്നെ KOH, NH4OH, ഇത് മൂന്നുമാണ് മെയിനായിട്ടും എക്സാമിന് ചോദിക്കാറുള്ളത്. ഓക്കെ, ഇത് ഏതെങ്കിലും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സോൾട്ടും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം NaOH ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? NaCl. ഓക്കെ, NaCl പ്ലസ് വാട്ടർ കിട്ടും. KOH HNO3 ആയിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? KNO3 അല്ലേ, പൊട്ടാസ്യം നൈട്രേറ്റ് പ്ലസ് വാട്ടർ കിട്ടും. NH4OH സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? NH4 twice SO4, NH4 twice SO4 plus water കിട്ടും. ഇക്വേഷൻ ബാലൻസ് ചെയ്യണം. 2NH4OH plus H2SO4 gives NH4 twice SO4 plus 2H2. ഇതാണ് ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ടും ചോദിക്കുന്ന NaOH, KOH, NH4OH വെച്ചിട്ടുള്ള സോൾട്ടുകളായിരിക്കും മിക്കവാറും ചോദിക്കുന്നത് ഈ ന്യൂട്രലൈസേഷൻ ബൈ ടൈട്രേഷനിൽ. അപ്പം ഇത്രയാണ് പ്രിപ്പറേഷൻ മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ന്. അപ്പം ഈ പഠിച്ച പ്രിപ്പറേഷൻ മെത്തേഡ്സ് വെച്ചിട്ട് ഈ തുടക്കത്തിൽ തന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ, നമ്മൾ തുടക്കത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ആൻസേഴ്സൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതേ കണക്ക് തന്നെ നമ്മൾ ഈ ആസിഡ് ബേസ് ആൻഡ് സോൾട്ട് ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആസിഡ്സ്, ബേസസ്, അതേ കണക്ക് തന്നെ സോൾട്ടിൻ്റെ ടൈപ്പ് ഓഫ് സോൾട്ടിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കാണാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ എല്ലാ വീഡിയോസും പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതേ കണക്ക് തന്നെ നിങ്ങൾ കൂടുതൽ ICC റിലേറ്റഡ് ടോപ്പിക് വൈസ് വീഡിയോസ് കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേ കണക്ക് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്